മാവേലിക്കര നഗരസഭയിൽ വികസനത്തിന്റെ പേര് പറഞ്ഞ് വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ച നഗരഭരണാധികാരികൾ കുത്തക കച്ചവടക്കാർക്ക് ഒത്താശ ചെയ്യുന്ന നിലപാട് തിരുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് വഴിയോര കച്ചവട തൊഴിലാളികൾ. മാവേലിക്കര നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിവന്നിരുന്ന വഴിയോര കച്ചവടങ്ങൾ ഒഴിപ്പിച്ച സംഭവത്തിൽ ഒഴിപ്പിക്കപ്പെട്ട സാധാരണക്കാരായ കച്ചവടക്കാർക്ക് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാത്ത നഗരസഭയുടെ നടപടി നീതി നിഷേധമാണെന്ന് ആക്ഷേപമുയരുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരക്കില്ലാത്ത ഭാഗങ്ങളിലാണ് തങ്ങൾ പെട്ടിവണ്ടിയിലും റോഡ് വശങ്ങളിലുമായി കച്ചവടം നടത്തി വന്നതെന്ന് വഴിയോര കച്ചവട യൂണിയൻ അംഗങ്ങൾ പറയുന്നു. ഉപഭോക്താക്കൾക്ക് മത്സ്യം, നാടൻ പച്ചക്കറികൾ എന്നിവ ന്യായവിലയിൽ വിൽക്കുന്നവരാണ് തങ്ങളെന്നും ഇവർ വ്യക്തമാക്കുന്നു. റോഡരികിൽ 10,000 മുടക്കി ഗതാഗത തടസ്സമില്ലാതെ ചായയും ചെറുകടികളും വിൽക്കുന്നവരെയും അടക്കം കടകൾ പൊളിച്ചു നീക്കിയാണ് നഗരഭരണാധികാരികൾ നടപടി സ്വീകരിച്ചതെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ചില വൻകിട ഹോട്ടലുകാർ കോട്ടാത്തോടിന് മുകളിൽ അനധികൃത കയ്യേറ്റം നടത്തിയാണ് കച്ചവടം നടത്തുന്നതെന്ന് വഴിയോര കച്ചവടക്കാർ ആരോപിക്കുന്നു. തുണിക്കടകൾ, ചെരുപ്പുകടകൾ, കൂൾബാറുകൾ, തുണിക്കടകൾ എന്നിവ നിയമവിരുദ്ധമായി ഇക്കാലമത്രയും പ്രവർത്തിച്ചിട്ട് യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്ത നഗരസഭാ ഭരണക്കാരും റവന്യൂ ഉദ്യോഗസ്ഥരും നീതി നിഷേധമാണ് കാട്ടിയതെന്നും ഇക്കൂട്ടർ ആരോപിക്കുന്നു. നഗരസഭയിലെ കണ്ണായ സർക്കാർ ഭൂമിയും തഴക്കര പുഞ്ചയും അനധികൃതമായി മണ്ണിട്ട് നികത്തി സ്വകാര്യ വ്യക്തികൾ സ്വന്തമാക്കുന്ന കാഴ്ച കണ്ടിട്ടും നടപടിയെടുക്കാത്ത നഗരസഭാ ഭരണക്കാർ പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുന്ന നടപടിയാണ് സ്വീകരിച്ചു വരുന്നതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. കുത്തക കച്ചവടക്കാരോട് കോഴ വാങ്ങി വഴിയോര കച്ചവടക്കാരോട് അന്നം മുട്ടിച്ച നടപടിക്കെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രക്ഷോഭം നടത്തുവാൻ ഒരുങ്ങിയാണ് വഴിയോര കച്ചവടക്കാർ. CDNet ന്യൂസ്, മാവേലിക്കര.